ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ മധ്യസ്ഥനായ, എല്ലാ ദിവ്യകാരുണ്യ സംഘടനകളുടെയും മധ്യസ്ഥനായ, ദിവ്യകാരുണ്യ സ്നേഹിതനായ വിശുദ്ധ പാസ്കൽ ബെയ്ലനെയാണ്. വിശുദ്ധ പാസ്കൽ ബെയ്ലൻ സ്പെയിനിലാണ് ജനിച്ചത് 1540. ഒരു മെയ് 16. ആ മെയ് 16 അക്കൊല്ലത്തെ പന്തക്കുസ്ത തിരുനാൾ ദിവസമായിരുന്നു. ആ പന്തക്കുസ്ത തിരുനാളിൽ ജനിച്ചതുകൊണ്ട് മിസ്റ്ററി പാസ്കൽ എന്ന അർത്ഥത്തിലാണ് ഈ വിശുദ്ധന് പാരൻസ് പാസ്കൽ എന്ന പേര് കൊടുത്തത്. ഭക്തരായ മാതാപിതാക്കൾ ഈ മോനെ തങ്ങൾക്കറിയാവുന്ന വിശ്വാസമെല്ലാം പഠിപ്പിച്ചു. തങ്ങൾക്കും പാരൻസിൽ നിന്ന് കിട്ടിയ അറിവുകളുണ്ട്. ഇവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അന്നത്തെ കാലഘട്ടത്തിൽ. അവർ പണിയെടുത്ത്, കൃഷിപ്പണിയെടുത്ത് അല്ലെങ്കിൽ ആടിനെയും പശുക്കളെയൊക്കെ നോക്കിയിട്ട് ജീവിതം പുലർത്തുന്നവരാണ്. പക്ഷേ ഇവരുടെ ജീവിതം, വിശ്വാസം വളരെ ആഴപ്പെട്ടതാണ്. അതുകൊണ്ട് തങ്ങൾ പാരൻസിൽ നിന്ന് പഠിച്ചതെല്ലാം ഇവൻ്റെ മാതാപിതാക്കൾ, പാസ്കലിൻ്റെ മാതാപിതാക്കൾ ഈ കൊച്ചിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കൊച്ചിന് ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. 7 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ഇവൻ ആടുകളെ മേയ്ക്കുന്ന ജോലിയാണ് ചെയ്തത്. അപ്പോൾ അറിയാം, പാരൻസിനെ നോക്കണം, കുടുംബത്തെ നോക്കണം, എന്തെങ്കിലുമൊക്കെ വരവുകൾ ഉണ്ടാകണം, അതിനെന്തെങ്കിലും ഒരു പണി പഠിക്കണം. അപ്പോൾ കുഞ്ഞിലേ തുടങ്ങി കൊച്ചിതാ പരിശീലിച്ചത്. അപ്പോൾ 7 വയസ്സ് തൊട്ട് ഈ ആടുകളെയും കൊണ്ട് പറമ്പിലേക്ക് പോകും. പറമ്പിലേക്ക് പോയി അവിടെ പോയി അപ്പോൾ ഇവൻ്റെ ആഗ്രഹം എന്നും പള്ളി പോകാനായിരുന്നു. പക്ഷെ പള്ളി പോകുമ്പോൾ ഇതും കൂടി നടക്കില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ആടുകളെ കൊണ്ട് പോയി പറമ്പിൽ ചെന്നാൽ വയലിൽ അവനറിയാം പള്ളി എവിടെയാണ്. ആ പള്ളിയിലേക്ക് അവൻ നോക്കി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവിടെ മുട്ടുകുത്തും. കുറച്ച് അകലെയാണ് പള്ളിയെങ്കിലും മണിയടിക്കുന്ന സ്വരം കേൾക്കാം, കുർബാനയുടെ. അപ്പോൾ അതിനനുസരിച്ച് ഇവൻ ഇവിടെ മുട്ടുകുത്തും. അവൻ പറയും, കർത്താവേ നീ ആടിനെ നോക്കണം കേട്ടോ, ഞാൻ അങ്ങയിൽ ശ്രദ്ധിക്കുന്ന നേരം അത്രയും നിൻ്റെ സംരക്ഷണം ഇവരുടെ മേലുണ്ടാകണമേ എന്ന് ആ കുഞ്ഞിലേ കൊച്ചു പ്രാർത്ഥിക്കും. എന്നിട്ട് പള്ളി എവിടെയാണോ ഉള്ളത് അവിടേക്ക് ഇങ്ങനെ നോക്കി മുട്ടിന്മേൽ നിന്ന് ശ്രദ്ധയോടുകൂടെ ദിവ്യകാരുണ്യനാഥനെ, ആ കുർബാനയുടെ വില അറിഞ്ഞ് ആ ഈശോയെ ഇങ്ങനെ ആരാധിക്കും. മണിയടിക്കുന്ന കേൾക്കുമ്പോൾ അതേ സമയത്ത് അപ്പോൾ അവനറിയാം, അവനെ പഠിപ്പിച്ചിട്ടുണ്ട് പാരൻസ്, ഈശോയുടെ ശരീരവും രക്തവും ഒക്കെ ഇങ്ങനെ ഉയർത്തുന്ന നേരത്ത് മണിയടിക്കുന്നു. അപ്പോൾ അവിടെ മണിയടി കേൾക്കുമ്പോൾ അവനറിയാതെ ഇപ്പോൾ ഈശോയുടെ തിരുശരീരം ഇതാ ഉയർപ്പിക്കപ്പെടുന്നു. ഈശോ ഇപ്പോൾ എഴുന്നള്ളി വരും. ഈശോ ഇപ്പോൾ ഈശോയായിട്ട് രൂപപ്പെടുകയാണ്. ഈശോയെ ദിവ്യകാരുണ്യനാഥ ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് അവൻ അവിടെ മുട്ടിന്മേൽ നിന്ന് പറയും. അടുത്ത് വേറെ ആരുണ്ടെങ്കിലൊന്നും അവൻ അങ്ങനെ ശ്രദ്ധിക്കില്ല. ആരുണ്ടായാലും കൊള്ളാം, ആരില്ലെങ്കിലും കൊള്ളാം, മറ്റിടയന്മാരൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇവന് ഭയങ്കര ആഗ്രഹം, എനിക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ ഒരു കൊച്ചു പള്ളി അവിടെയുണ്ട്. അവൻ അവിടെ കയറി പ്രാർത്ഥിക്കും. ചെറിയൊരു പള്ളിയാണ്, കുർബാനയൊന്നും അവിടെ ഇല്ല, എന്നാലും അവിടെ കയറി ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം വീണ്ടും അവൻ ആഗ്രഹം, ഇന്നത്തെ കുർബാനയ്ക്ക് എനിക്ക് പോകണമല്ലോ. എന്നാലും നടക്കില്ല എന്ന് അവനറിയാം. അവിടെ നിന്ന് മുട്ടുകുത്തി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മുട്ടുകുത്തി ഇങ്ങനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കും. പെട്ടെന്ന് ഇവൻ അകലേക്ക് നോക്കിയപ്പോൾ അവിടെ മാലാഖമാരിങ്ങനെ ചിറകടിച്ചിങ്ങനെ നിൽക്കുന്നത് അവൻ കാണാണ് ദർശനത്തിൽ. അവൻ്റെ കണ്ണുകൊണ്ട് അത് കാണാം. അവനിങ്ങനെ നോക്കി, എന്താണത് മാലാഖമാർ. പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ മാലാഖമാർ കയ്യിൽ അരുളിക്ക പിടിച്ചിട്ട്, ദിവ്യകാരുണ്യനാഥനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഈശോനിങ്ങനെ എഴുന്നള്ളിച്ച് പിടിച്ചിട്ടാണ് മാലാഖമാർ വരുന്നത്. അന്തരീക്ഷത്തിൽ ദൈവസ്തുതി ഗീതങ്ങളും കേൾക്കാം. അവനിങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ നോക്കി നിന്നു, മുട്ടുകുത്തി അവിടെ കമന്ന്, ഈശോയെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ മുട്ടുകുത്തി കിടന്നു, കുമ്പിട്ട് ആരാധിച്ച് കിടന്നു. ഉടനെ എഴുന്നേറ്റിട്ട് അവൻ മറ്റുള്ള ആട്ടിടയന്മാർ, കൂട്ടുകാരവിടെയുണ്ട്, അവരോട് പറഞ്ഞു, എല്ലാവരും ഓടിവാ, ഇതാ ഈശോ അവിടെ വന്നിരിക്കുന്നു, ഇതേ മാലാഖമാരും ദിവ്യകാരുണ്യീശോവും ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇവൻ വിളിക്കുന്നത് കേട്ടിട്ട് അവരെല്ലാവരും, മറ്റിടയന്മാരൊക്കെ ഓടി വന്ന് നോക്കുമ്പോൾ അവർക്ക് ഇവൻ കാണുന്നത് പോലെ, ഇവൻ്റെ കണ്ണിന് കാണുന്നത് പോലെ എല്ലാം കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര പ്രകാശം, ഭയങ്കര ശക്തി, ഭയങ്കര ഒരു റേ. ഇവർക്ക് ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് അധികം അറിയില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു കൊടുത്തു, ഇതാ ഈശോ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു, നമുക്കിവിടെ ആരാധിക്കാം. അപ്പോൾ ഇവർക്കത് ഫീൽ ചെയ്തു.
ഇവർക്ക് ആ പ്രസൻസും കാണാൻ പറ്റി. ഇവരെല്ലാവരും കൂടി ഉടനെ മുട്ടുകുത്തി ആരാധിച്ചു. ഈ സംഭവങ്ങൾ കൊണ്ടും പാസ്കലിന് ദിവ്യകാരുണ്യ ഈശോയോടുള്ള വലിയ സ്നേഹം കൊണ്ടുമാണ് പിന്നീട് പോപ്പ് 1897 പാസ്കലിനെ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെയും ദിവ്യകാരുണ്യത്തിൻ്റെയും എല്ലാം മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആരാധിച്ചു, എഴുന്നേറ്റു. അപ്പോൾ ഇവർക്കെല്ലാം തോന്നി, ഇവനിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഇവനൊരു നല്ല കുട്ടിയാണല്ലോ, ഇവൻ്റെ പെരുമാറ്റവും അങ്ങനെ തന്നെയാണ്. ചെറുതായിരിക്കുമ്പോൾ തന്നെ, വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി അവനാണ്. അതുകൊണ്ട് മറ്റാളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്മ പ്രവർത്തിക്കാനായിട്ട് പേടിയാണ്. അപ്പം അവൻ പറയുന്നത് പാസ്കലുണ്ട് കേട്ടോ, അവൻ നന്മയുള്ളവനാ, നമ്മൾ ഈ തിന്മ ചെയ്യുന്നതൊന്നും പാസ്കൽ കാണണ്ട. എന്തെങ്കിലും ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ പാസ്കൽ അവരെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് പാസ്കൽ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ പാസ്കലിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവൻ പറമ്പിലേക്ക് പോകുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപം പിടിക്കും, ഒരു പടം, അതുപോലെ തന്നെ ഒരു ക്രൂശിത രൂപവും പിടിക്കും. ഇവൻ ഷെപ്പേഡ് ആയതുകൊണ്ട്, ഇവൻ ആട്ടിടയനായതുകൊണ്ട് ഇവർക്കൊരു വടിയുണ്ട്. അപ്പോൾ ഇവൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വടിയുടെ ഏറ്റവും മുകളിൽ കുരിശിങ്ങനെ ഉറപ്പിച്ചേക്കുക, അവിടെ മാതാവിൻ്റെ പടവും ചിത്രീകരിച്ചിട്ടുണ്ട്. മാതാവിനോടും വളരെ സ്നേഹമാണ് പാസ്കലിന്. നമുക്കറിയാം സ്പെയിനിലാണ് മാതാവിൻ്റെ ആ തൂണിൽ പ്രത്യക്ഷപ്പെട്ട മാതാവുള്ള സ്ഥലം. 2000 വർഷങ്ങൾക്ക് മുൻപ് അവിടെ സുവിശേഷ പ്രസംഗത്തിന് വിശുദ്ധ യാക്കോബ് സ്ലീഹയൊക്കെ നടന്ന ആ കാലഘട്ടത്തിൽ അവിടെ വളരെയധികം ക്രൈസിസ് വന്നപ്പോൾ, ബുദ്ധിമുട്ട് വന്നപ്പോൾ, സുവിശേഷ പ്രസംഗത്തിന് പ്രതിസന്ധി നേരിട്ടപ്പോൾ മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് ശക്തി പകർന്ന് പിന്നീട് സുവിശേഷവൽക്കരണത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തൊരു സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് ഈ മാതാവിനോടും വളരെയധികം സ്നേഹമുണ്ട്. അപ്പോൾ ഈ വടിയിൽ ഇതെല്ലാം പിടിച്ചിട്ട് ഇവൻ എന്താ ചെയ്യുക, എവിടെയാണോ തൻ്റെ ജോലി നിർവഹിക്കുന്നത് അവിടെ ഇത് കുത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് മാതാവേ അനുഗ്രഹിക്കണേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മാതാവേ നീ ഈശോയെ വളർത്തിയതുപോലെ എന്നെ നീ വളർത്തണമേ. അപ്പോൾ മറ്റൊരു പ്രത്യേകത, ഇവൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. വായിക്കാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അമ്മ കൊടുത്തൊരു പുസ്തകമാണ്. ആ നാട്ടിലെല്ലാം മാതാവിൻ്റെ പ്രയറുകൾ, ഒപ്പീസുകൾ ചെല്ലുന്ന ഒരു പുസ്തകമാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഈ കൊച്ച് ഈ പുസ്തകം ഇങ്ങനെ നിവർത്തി ഇങ്ങനെ ഇരിക്കും, ആടിനെ മേയാനിങ്ങനെ വിടും, എന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് പറയും, എനിക്കിത് വായിക്കാൻ അറിയില്ലല്ലോ ഈശോയെ മാതാവേ, എന്നെ വായിക്കാൻ പഠിപ്പിക്കണേ. അപ്പോൾ എവിടെ നിന്നും അറിയില്ല, പറയുന്നത് മാലാഖമാർ വന്ന് അവനെ ഓരോ അക്ഷരം കാണിച്ചു കൊടുത്ത്, ഇത് വായിക്കുക, ഇത് ഈ അക്ഷരം, ഇത് ഈ പ്രയറിൻ്റെ ഈ അക്ഷരം, അങ്ങനെ പാസ്കലിനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അത് നോക്കിയിട്ട് പാസ്കൽ വായിക്കും. മറ്റു കുറേ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഈ പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും അവന് വായിക്കാനറിയാം. അങ്ങനെ പാസ്കലിനെ വായിക്കാനും എഴുതാനും പഠിപ്പിച്ചതും സ്വർഗമാണ്. അല്ലെങ്കിൽ അവനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞിങ്ങനെ ആഗ്രഹത്തിലിരിക്കുമ്പം അവിടെ അക്ഷരമറിയാവുന്നവരോ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അതിലെ കടന്നു പോകും. അപ്പോൾ അവരോട് പറയും, ഈ പുസ്തകം കാണിച്ചിട്ട് പറയും, എന്നെ ഇതൊന്ന് പഠിപ്പിച്ചതാ. അങ്ങനെ അവൻ പഠിച്ചെടുത്തു. ഇവൻ ഒരു ദിവസം കൂട്ടുകാർക്ക് ദാഹിച്ചു ഈ വയലിലായിരിക്കുമ്പോൾ. അപ്പോൾ വെള്ളം കിട്ടാനൊരു മാർഗ്ഗമില്ല, അപ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം തരാൻ കഴിവുള്ള കർത്താവുണ്ടല്ലോ. അപ്പോൾ ഇവനെന്ത് ചെയ്തു, കയ്യിലിരിക്കുന്ന ഈ വടിയുടെ മുകളിൽ കുരിശ് രൂപമുണ്ട്, മാതാവിൻ്റെ രൂപം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വിശ്വാസത്തോടു കൂടി ഇങ്ങനെ മോശയൊക്കെ പണ്ട് പാറയിൽ വടിയടിച്ചതുപോലെ അതൊക്കെ ഓർത്തിട്ടുണ്ടാവും. കാരണം പാരൻസ് അവന് ബൈബിളിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വിശ്വാസത്തോടു കൂടി ആ വടിയെടുത്തിട്ട് നിലത്തൊരു കുത്ത്. പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് ഒരു ഉറവ പോലെ വെള്ളം വന്ന് ഒരത്ഭുതമായിട്ട് പറയുന്നുണ്ടിത്. അവൻ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള, പാസ്കലിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ ഒരു അത്ഭുതമായി, കുഞ്ഞിലേ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ഒരു തീക്ഷ്ണത, ദൈവസ്നേഹം അവനിലുണ്ടായിരുന്നു. ഈശോയോടും മാതാവിനോടൊക്കെ സ്നേഹമുള്ളത് കൊണ്ട് പാസ്കലിൻ്റെ ഒരു രൂപം, ചിത്രം, പ്രതിമ ലൂർദിലുണ്ട്. നമുക്കറിയാം ലൂർദിൽ മാതാവ്, അവിടെ സാധാരണ ബെർണർദീത്തയുടെ അവിടെ അതൊക്കെയാണ്. പക്ഷേ ലൂർദിൽ വിശുദ്ധ പാസ്കലിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. 3 പടങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒന്ന്, എപ്പോഴും പാസ്കൽ ഇപ്പോഴും നിൽക്കാറുള്ള പ്രാർത്ഥനയുടെ ഒരു രൂപത്തിൽ. പാസ്കൽ എവിടെ നിന്നോ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട്, പിന്നീടും ഭാവിയിലും അങ്ങനെ തന്നെയാണ്, സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് കൈകൾ ഉയർത്തി നിന്ന്
അപ്പോൾ ഒരു വെള്ള വസ്ത്രമിട്ടൊരു ചിത്രം പാസ്കലിൻ്റെ ലൂർദിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തെ നോക്കിയിട്ട് ദൈവമേ എന്ന് വിളിച്ചിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്ന ചിത്രവും മറ്റ് പ്രാർത്ഥനയെ കാണിക്കുന്ന ചിത്രങ്ങളും പാസ്കലിൻ്റെ ലൂർദിൽ വെച്ചിട്ടുണ്ട്. അപ്പം മാതാവും ഈശോയും ദിവ്യകാരുണ്യവുമായിട്ടൊക്കെ അത്രയും ബന്ധപ്പെട്ട ഒരു വിശുദ്ധനാണ് പാസ്കൽ. പാസ്കൽ ഇങ്ങനെ വളർന്നു വരികയാണ്, യുവാവാണ്, 10-24 വയസ്സാകാറായി. ഞാനിനി എന്ത് ചെയ്യണം ദൈവമേ, എൻ്റെ വീട് നോക്കണമല്ലോ, ഇതിനെ നോക്കിയാലാണ് ഇവർക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദർശനം വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയും ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, പാസ്കൽ പാസ്കൽ നിന്നെയും ഇതുപോലെ ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട് വിളിക്കുന്നു. ഈ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പാസ്കലിന് സന്തോഷമായി. തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അവ്യക്തതകളൊക്കെ മാറിക്കിട്ടി. ഈശോയെ നന്ദി, എനിക്കിതൊരു അങ്ങൊരു വ്യക്തമായൊരു തീരുമാനമെടുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം തന്നതാണ്, അതിനു വേണ്ടിയിട്ടുള്ളൊരു മാർഗവും ദർശനവും തന്നതാണ്, നന്ദി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ചേരണം. അപ്പം അന്ന് കാലത്ത് പീറ്റർ അൽക്കാന്തര സ്ഥാപിച്ച ഫ്രയേഴ്സിൻ്റെ ഒന്നും കൂടി നവീകരിക്കപ്പെട്ട ഒരു ഫ്രാൻസിസ്കൻ സഭ നിലവിലിരുന്ന കാലമാണ്. പീറ്റർ അൽക്കാന്തരയുടെ കാലമാണത്. പീറ്റർ അൽക്കാന്തര വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഓർഡറുകളും റൂളുകളൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വിശുദ്ധനാണ്. അപ്പോൾ പാസ്കൽ പീറ്റർ അൽക്കാന്തരയുടെ ആശ്രമം തേടിയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്നെ ഈ സമൂഹത്തിൻ്റെ അംഗമായിട്ട് എടുക്കണേ. അപ്പോൾ പാസ്കലിനെ കണ്ടപ്പോൾ ആശ്രമക്കാർക്ക് തോന്നി, ഈ യുവാവിന് ഇതൊന്നും പാലിക്കാൻ പറ്റില്ല. പീറ്റർ അൽക്കാന്തരയുടെ വിശുദ്ധ പീറ്റർ അൽക്കാന്തരയുടെ റൂൾസൊക്കെ വളരെ ആഴമാണ്, കട്ടിയുള്ളതാണ്, ത്യാഗം നിറഞ്ഞതാണ്. ഒരു പക്ഷേ ഇവനിത് പറ്റില്ലായിരിക്കാം, ഇവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, ഇതൊരു ആട്ടിടയനായിട്ട് ഇങ്ങനെ നടക്കുന്ന വ്യക്തിയല്ലേ, ഇവനെ കൊണ്ട് പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവനെ റിജക്റ്റ് ചെയ്തു. അവനത് കൊടുത്തില്ല, ഒന്നും പറഞ്ഞില്ല, തിരിച്ചിങ്ങോട്ട് പോന്നു. പിന്നീട് വീണ്ടും ഒരു 6 വർഷക്കാലം ഇതിനു വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് ഒരുങ്ങി വീണ്ടും ഇവരുടെ തന്നെ ഹൗസുകളിലേക്ക് ചെന്നു. എന്നെ എടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എടുത്തു കഴിഞ്ഞിട്ട് സന്യാസ സഭ വസ്ത്രം സ്വീകരിച്ചു. അവർ പറഞ്ഞു, പഠിച്ച ഒരു വൈദികനാകാം. അപ്പം പാസ്കൽ പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, പാവപ്പെട്ടവൻ, വൈദികനാകാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, അത്രയ്ക്കും മഹത്വം എനിക്ക് വേണ്ട, ഞാനൊരു എളിയ സഹോദരനായിട്ട് സമൂഹത്തിൽ ജീവിച്ചോളാം, അതുകൊണ്ട് എനിക്ക് ബ്രദറായാൽ മതി, എനിക്ക് വൈദികനാകേണ്ട, ഞാൻ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചോളാം. നോക്കണം, ഒരു വൈദികനായിട്ട് പട്ടം സ്വീകരിക്കാത്ത ഒരു സാധാരണ ബ്രദറാണ് എല്ലാ വൈദികരും കൈകാര്യം ചെയ്യുന്ന കുദാസ വചനം ചെയ്യുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ എല്ലാം മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നത്. അത്രമാത്രം സ്നേഹമാണ് പാസ്കലിന് ദിവ്യകാരുണ്യത്തോട്. അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവം പാസ്കലിൻ്റെ ഉള്ളിലുണ്ട്. ബ്രദറായ ശേഷം ആശ്രമങ്ങളിലെല്ലാം സാധാ ജോലിയാണ് ചെയ്തത്. മറ്റ് ആന്ദ്രേ ബെസറ്റിനെയൊക്കെ പോലെ, മറ്റു പ്രമുഖരായ പല വിശുദ്ധരെയും പോലെ, വണ്ടർഫുൾ വർക്കേഴ്സായ പല വിശുദ്ധരെയും പോലെ ഡോർ കീപ്പറായിട്ട് സാധാ ജോലി ചെയ്ത് മറ്റുള്ളവരെയൊക്കെ സ്വീകരിച്ച് പാവങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ചെല്ല്, അല്ലെങ്കിൽ ബെഗേഴ്സായിട്ട്, യാചകരായിട്ട്, സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് ഭിക്ഷയാചിക്കുന്നവരൊക്കെ ആയിട്ട്, അതുപോലെ തന്നെയാണ് പാസ്കലും നിന്നത്. അവിടെ നിൽക്കുമ്പോഴെല്ലാം, വാതുക്കം നിൽക്കുമ്പോഴെല്ലാം വളരെ തീക്ഷ്ണതയും സ്നേഹവുമാണ്. ആര് വന്നാലും അവരോട് 100 നാവോടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയും. തനിക്ക് ജീവിതത്തിലുണ്ടായ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം, അനുഭവം എല്ലാം പറയും. ഇദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത് കേട്ടാൽ ആളുകൾ പറയുന്നത് എന്തോ ഒരു അറിവാണ്, പഠിച്ച് വലിയ ഡിഗ്രികൾ സമ്പാദിച്ച് കിട്ടിയ അറിവിനേക്കാൾ വലിയ ജ്ഞാനമാണ് പാസ്കലിൻ്റെ ഓരോ സന്ദേശത്തിലും. അതുകൊണ്ട് ആളുകൾ ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കും. ആളുകൾക്കറിയാം ഇതിൻ്റെ പ്രാധാന്യം. പാസ്കൽ എപ്പോഴും പ്രാർത്ഥിക്കാനാണ് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത്. ഡേ ടൈമിൽ മുഴുവൻ എന്തെങ്കിലും പണിയായിരിക്കും. ഒരു 1/2 സെക്കൻഡ് കിട്ടിയാൽ, ഒരു അല്പസമയം കിട്ടിയാൽ ഓടും ദേവാലയത്തിലേക്ക്, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക്. അവിടെ പോയിട്ട് ഇങ്ങനെ കൈകൂപ്പി നോക്കി ഇങ്ങനെ നിൽക്കും. മിക്കപ്പോഴും മുട്ടിന്മേലാണ് നിൽക്കുക എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇരിക്കലോ ബാക്കി ഒരു പോസ്റ്ററിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ കുറവാണ്. 1 മണിക്കൂറൊക്കെ ഇങ്ങനെ നിന്നാലും മടുക്കില്ല, അറിയില്ല.
അവിടെ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു, ആ വ്യക്തിനെ നേരിട്ട് നോക്കുന്നു, ആ വ്യക്തിയോട് സംസാരിക്കുന്നു എന്നുള്ള ആ അനുഭവത്തിലാണ് ദിവ്യകാരുണ്യത്തെ നോക്കിയിട്ട് പാസ്കൽ ഇരിക്കാറ്. മിക്കപ്പോഴും ആ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ശക്തമായ പ്രകാശം തൻ്റെ നേരേക്ക് വരുന്നത് ഫീൽ ചെയ്യാറുണ്ട്. മറ്റുള്ളവരോട് ചിലപ്പോൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുമ്പം പറഞ്ഞുകൊണ്ടിരിക്കില്ല, ചിലപ്പോൾ പെട്ടെന്നിങ്ങനെ ഉയരുന്ന ഒരു പ്രതിഭാസം. അത് പ്രാർത്ഥനയിലൊക്കെ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലിരിക്കുന്നവർക്കാണ്. അപ്പം അങ്ങനെ അത്യത്ഭുതമായ കാര്യങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാ ദിവസവും രാവിലെ പള്ളി തുറക്കുന്നത് പാസ്കലാണ്, പള്ളി അടയ്ക്കുന്നതും പാസ്കലാണ്. പള്ളിയിൽ ആരുമില്ലെങ്കിലും ഓടിച്ചെന്ന് അവിടെ ഇരിക്കുന്നത് പാസ്കലാണ്. എൻ്റെ ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിച്ചവനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നെ ഞാൻ കാണുന്നു, നീ ലോകം മുഴുവൻ ആരാധിക്കപ്പെടട്ടെ എന്നാണ് എപ്പോഴും പറയാറ്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയാൻ ആരെയാണ് അയക്കേണ്ടത് എന്ന് ഇവരുടെ സുപ്പീരിയേഴ്സ് ചർച്ച ചെയ്തു. ഫ്രാൻസിലൊക്കെ കാൽവിനിസ്റ്റുകളുണ്ട്, പ്രൊട്ടസ്റ്റൻറ്റുകളുണ്ട്. അത് അങ്ങനെ ഭാഷണ്ഡതകളൊക്കെ ഉള്ള കാലം, കാൽവിനിസ്റ്റുകളുള്ള കാലം, ദിവ്യകാരുണ്യത്തെ നിഷേധിക്കുന്ന കാലം. അവിടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയാൻ ആരെ അയക്കണമെന്നുള്ള തീരുമാനം വന്നപ്പോൾ പരിശുദ്ധാരൂപി ഓർമ്മിപ്പിച്ചു കൊടുത്തു പാസ്കലിൻ്റെ പേര്. അങ്ങനെ പാസ്കലിനോട് സുപ്പീരിയേഴ്സ് പറഞ്ഞു അങ്ങോട്ട് പോകണം. പാസ്കൽ പറഞ്ഞു, ഞാൻ റെഡി, എവിടെ വേണേലും പോകാൻ ഞാൻ റെഡി, എപ്പോൾ വേണേലും പോകാൻ ഞാൻ റെഡി. എൻ്റെ ദിവ്യകാരുണ്യ നാഥനെ ഞാൻ സ്നേഹിക്കുന്നു, അവനെക്കുറിച്ച് എല്ലാവരോടും പറയാൻ, ധീരതയോടെ പറയാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ ഫ്രാൻസിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ശത്രുക്കൾ, വിശ്വാസമില്ലാത്തവർ, തീവ്രവാദികളെ പോലെയുള്ളവർ പാസ്കലിനെ ആക്രമിച്ചു. പക്ഷെ ആക്രമിച്ചെങ്കിലും അവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് പല പ്രാവശ്യം ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. പല പ്രാവശ്യം ഇതുപോലെ പോയിട്ടുണ്ട് അകലങ്ങളിലേക്ക്. പലപ്പോഴും അവരിൽ നിന്ന് ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. എന്തൊക്കെ ആക്രമണങ്ങൾ നേരിട്ടാലും മുറിവുകൾ പറ്റിയാലൊന്നും പാസ്കലിന് ഭയമില്ല. എൻ്റെ ഈശോയെ പ്രതി എന്തും സഹിക്കാൻ ഞാൻ റെഡി. അങ്ങനെ മുന്നോട്ട് പോയി. ഒരു പ്രാവശ്യം ആക്രമിക്കപ്പെട്ടപ്പോൾ ഏറ്റ മുറിവുകൾ അല്പം മാരകമായതുകൊണ്ട് അതിൻ്റെ വേദനകൾ മുന്നോട്ട് നിന്നു. ഏകദേശം 52 വയസ്സുള്ളപ്പോൾ 1592 പെട്ടെന്ന് രോഗബാധിതനാവുകയാണ്. ഈ മുൻപ് ഏറ്റ മുറിവിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റായിട്ട് തൻ്റെ ആത്മാവിനെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാനുള്ള സമയമായി, ദിവ്യനാഥനിലേക്ക് സമർപ്പിക്കാനുള്ള സമയമായി, നിത്യമായിട്ട് സമർപ്പിക്കാനുള്ള സമയമായി എന്ന് പാസ്കലിന് ബോധ്യമായി. 1592 മെയ് 17, മെയ് 16 ജനിച്ചത്. അതൊരു പന്തക്കുസ്തയായിരുന്നു. ഇത് മെയ് 17, ഇതും ഒരു പന്തക്കുസ്ത ദിനം തന്നെയാണ്. ആ വർഷത്തെ പന്തക്കുസ്ത ദിനമാണ്. കണ്ടോ, അത്രയ്ക്ക് അത്ഭുതമാണ്. പാസ്കലിനെ ഈശോ അത്ര സ്നേഹിക്കുന്നു. അത്ര രഹസ്യാത്മകമായിട്ട് പാസ്കലിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സംഭവങ്ങളെയും ക്രമീകരിക്കുന്നു. പാസ്കൽ മരിച്ച ബോഡി ദേവാലയത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുർബാന, ബോഡി വെച്ചിട്ട് കുർബാനയുണ്ട്. കുർബാനയുടെ സമയത്ത് കൂദാശവചനം ഉച്ചരിച്ചപ്പോൾ ഈശോയുടെ ശരീരവും രക്തവും ഉയർത്തിയ നേരത്ത് മരിച്ചു കിടക്കുന്ന, ശവമഞ്ചത്തിൽ കിടക്കുന്ന ഈ മൃതശരീരം വാ തുറന്നു. പാസ്കൽ പെട്ടെന്ന് വാ തുറന്ന്, കണ്ണു തുറന്ന് ആ ദിവ്യകാരുണ്യനാഥനെ നോക്കിയിട്ട് തൻ്റെ നാവ് കൊണ്ട് സ്തുതിഗീതങ്ങൾ പാടി ഉച്ചരിച്ചു, ആരാധന ചൊല്ലി എന്നാണ് പറയുന്നത്. അതിനുശേഷം പെട്ടെന്ന് കുദാശവചനങ്ങളുടെ ആ ഭാഗം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ണ് അടഞ്ഞു തന്നെ ഇരുന്നു, ചുണ്ട് കൂടി തന്നെ ഇരുന്നു. ഈ പാസ്കലിൻ്റെ വിശുദ്ധി ജനങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ഇദ്ദേഹം മരിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി പേര് കാണാൻ വേണ്ടി വരുന്നുണ്ട്. കുറേ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കുറേ നാളായിട്ട് രോഗമായിട്ടുള്ള ഒരു കുട്ടിയെയും കൊണ്ട് പാരൻസ് ഈ ശവമഞ്ചത്തിൻ്റെ അടുത്തേക്ക് വന്നു. ശവമഞ്ചം കിടത്തിയിട്ട് കുർബാന ചെല്ലുന്ന അതേ നേരത്ത്, കുദാശവചനത്തിൻ്റെ നേരത്ത് മറ്റൊരു അത്ഭുതവും കൂടി സംഭവിച്ചു. ഒരിക്കലും സുഖപ്പെടാതിരുന്ന ഈ കുട്ടിക്ക് പെട്ടെന്ന് സൗഖ്യം ലഭിച്ചു. ഇതുപോലെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ. 5-8 പേര് ഈ വിശുദ്ധ പാസ്കലിൻ്റെ മധ്യസ്ഥത്താൽ ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുക. ഒത്തിരി പേർക്ക് സൗഖ്യങ്ങൾ ലഭിച്ചു. മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കിയ ആ സ്ഥലത്ത് നിന്ന്, ആ ടോമ്പിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു നോക്കിംഗ് സൗണ്ട്, മുട്ടുന്ന ഒരു സൗണ്ട് കേൾക്കാമെന്നാണ് പറയുന്നത്.
പല സ്ഥലങ്ങളിൽ നിന്ന് മുട്ടുന്ന സ്വരം കേട്ടാൽ അതിനുശേഷം ഒരു സ്വരം വരും. അത് ഒന്ന് ശ്രദ്ധിക്കാനുള്ളൊരു സ്വരമാണ്. അപ്പോൾ അവരെല്ലാം പറയുന്നത് നോക്കിംഗ് സൗണ്ട് ഈ ടോമ്പിൽ നിന്ന് കുറേ സ്ഥലങ്ങളിലേക്ക് കേൾക്കാം. അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ പ്രകൃതിയിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യങ്ങൾ വരുന്നു, ശ്രദ്ധിക്കാനും തയ്യാറെടുക്കാനുമാണ്. മാത്രമല്ല പിന്നീട് ഒരു സൂചനാസ്വരങ്ങൾ ഈ വിശുദ്ധൻ്റെ ചിത്രങ്ങളിൽ നിന്ന് വന്നു തുടങ്ങി, ദിവികാരുണ്യത്തിൽ നിന്നും വന്നു തുടങ്ങി. അപ്പോഴെല്ലാം എന്തെങ്കിലും ശ്രദ്ധിക്കാൻ മുൻകരുതലെടുക്കാനുള്ള ഒരു മുൻ അറിവാണ്. അതുപോലെ തന്നെ വിശുദ്ധനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ മരണം മുൻകൂട്ടി അറിയാനുള്ളൊരു കഴിവ് വിശുദ്ധ പാസ്കൽ കൊടുക്കാറുണ്ട്. അതിനനുസരിച്ച് ഒരുങ്ങി തങ്ങളുടെ ആത്മാവിനെ ഈശോയ്ക്ക് സമർപ്പിക്കുവാനുള്ള ഒരു വലിയ കഴിവ്. ഈ വിശുദ്ധനായ വ്യക്തിയുടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ 1690 അലക്സാണ്ടർ 8 പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചപ്പോഴുള്ളൊരു പ്രത്യേകത, ഇവരുടെ സഭയുടെ സ്ഥാപകനായ പീറ്റർ അൽക്കാന്തര വിശുദ്ധനാകുന്നതിന് മുൻപേ വിശുദ്ധനാക്കപ്പെട്ടത് ഈ ഹമ്പിളായിട്ടുള്ള ഈ വ്യക്തിയാണ്, വിശുദ്ധ പാസ്കൽ. 1897 പോപ്പ് ലിയോ III വിശുദ്ധനെ ദിവികാരുണ്യ കോൺഗ്രസ്സുകളുടെ എല്ലാം മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചത്. ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ദിവികാരുണ്യ കോൺഗ്രസ്സുകൾ നടത്തപ്പെടുന്ന കാലഘട്ടമാണ്. എല്ലാ ഇടവകളിൽ രൂപതകളിലെല്ലാം ആഘോഷമായിട്ട് നടത്തും. ഒത്തിരിയേറെ പേര് ദിവികാരുണ്യത്തെ ആരാധിക്കാനായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം മധ്യസ്ഥനായിട്ട് അറിയപ്പെടാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി എന്തുകൊണ്ടും വിശുദ്ധ പാസ്കലാണ്. കാരണം ഈശോയെ അത്രയേറെ ജീവിതം കൊണ്ട് സ്നേഹിച്ചു, വേറെ ഒന്നും ചെയ്തില്ല, ഈശോയെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും അനുദിനം നമ്മുടെ ജീവിതം ദിവികാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് പള്ളിയിൽ പോകാനും ഈശോയെ കാണാനും ഒക്കെ ഇഷ്ടംപോലെ അവസരമുണ്ട്. ഈ വിശുദ്ധനോട് നമുക്ക് പ്രാർത്ഥിക്കാം, അത്ര സ്നേഹം എനിക്ക് തരണേ. അകലിയിരിക്കുമ്പോഴും അടുത്തിരിക്കുമ്പോഴും ദിവികാരുണ്യത്തെ കണ്ടുകൊണ്ട് സ്നേഹിക്കാനും ദിവികാരുണ്യത്തിൻ്റെ ശക്തി അറിയാനും അനുദിന ജീവിതത്തിൽ അത് അനുഭവിക്കാനും എല്ലാ കുടുംബങ്ങളെയും ദിവികാരുണ്യനാഥൻ അനുഗ്രഹിക്കട്ടെ. ദിവികാരുണ്യനാഥൻ എല്ലാവരോടും കാരുണ്യം ചൊരിയാനും എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും എല്ലാ ശക്തിയും പ്രചോദനവും നൽകുവാനും വേണ്ടിയാണ്. ദിവികാരുണ്യ ഈശോയുടെ സ്നേഹം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പാസ്കലിൻ്റെ മധ്യസ്ഥം എല്ലാ നിയോഗങ്ങളിലും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.